നമസ്കാരം. അപ്പോൾ ഈ വർഷത്തെ SSLC എക്സാം എഴുതുന്ന കുഞ്ഞുങ്ങൾക്ക് ഓൺ എക്സാം അടുത്ത് വരികയാണല്ലേ. അപ്പോൾ പെട്ടെന്ന് നമുക്ക് എല്ലാ പാഠവും പെട്ടെന്ന് ഓടിച്ചൊന്ന് നോക്കാം. ഇന്ന് നമ്മൾ ആദ്യമായിട്ട് എടുക്കുന്നത് ഫസ്റ്റ് ചാപ്റ്ററായ അരിത്തമാറ്റിക് സീക്വൻസ് അല്ലെങ്കിൽ സമാന്തര ശ്രേണികൾ എന്ന പാഠമാണ്. നമുക്ക് പാഠത്തിലേക്ക് പോകാം. നിങ്ങളെല്ലാം തന്നെ ഫസ്റ്റ് ചാപ്റ്ററായ അരിത്തമാറ്റിക് സീക്വൻസ് ഇതിനകം പഠിച്ചു കാണും, സ്കൂളിലെല്ലാം ക്ലാസ് എടുത്ത് കാണും. നമുക്ക് അരിത്തമാറ്റിക് സീക്വൻസിനെ പറ്റിയിട്ട് പെട്ടെന്ന് നമുക്ക് ഓടിച്ചു നോക്കാം. പാഠത്തിനെ പറ്റി നോക്കാം കേട്ടോ. ഇത് നോക്കിക്കേ, 2, 4, 6, 8 ഇതിങ്ങനെ പോവും. നിങ്ങൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് ഈ 2, 4, 6, 8 എന്നുള്ള ആ ഒരു ടേംസ് നിങ്ങൾക്ക് നേരത്തെ അറിയാം, പരിചയമുണ്ട് നിങ്ങൾക്കില്ലേ. അല്ലെങ്കിൽ അതുപോലെ 1, 2, 3, 4 അതും അല്ലെങ്കിൽ 1, 2, 3, 4 അല്ലെങ്കിൽ ഓഡ് നമ്പർ നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലേ, 1, 3, 5, 7. അപ്പോൾ ഇതിൻ്റെ എല്ലാം പ്രത്യേകതകൾ എന്താണ് 2 കഴിഞ്ഞിട്ട് 2ൻ്റെ കൂടെ എന്ത് ചെയ്തപ്പോഴാണ് 2 കൂട്ടിയപ്പോൾ 4 കിട്ടിയല്ലേ. 4ൻ്റെ കൂടെ 2 കൂട്ടിയപ്പോൾ 6 കിട്ടി. 6ൻ്റെ കൂടെ 2 കൂട്ടിയപ്പോൾ 8 കിട്ടി. തൊട്ടടുത്ത് 1ൻ്റെ കൂടെ 1 കൂട്ടിയപ്പോൾ 2 കിട്ടി. 2ൻ്റെ കൂടെ 1 കൂട്ടിയപ്പോൾ 3 കിട്ടി. 3ൻ്റെ കൂടെ 1 കിട്ടിയപ്പോൾ 4 കിട്ടി. അടുത്തത് വീണ്ടും 1ൻ്റെ കൂടെ 2 കൂട്ടിയപ്പോൾ 3 കിട്ടി. 3ൻ്റെ കൂടെ 2 കൂട്ടിയപ്പോൾ 5 കിട്ടി. 5ൻ്റെ കൂടെ 2 കൂട്ടിയപ്പോൾ 7 കിട്ടി. ഇനി വീണ്ടും നമുക്ക് എഴുതാം. 1, 7, 2 വേണ്ട, 9. 1, 2, 9, 10. ഇതാണെങ്കിലോ 1ൻ്റെ കൂടെ 6 കൂട്ടിയപ്പോൾ 7 കിട്ടി. 7ൻ്റെ കൂടെ 2 കൂട്ടിയപ്പോൾ 9 കിട്ടി. 9ൻ്റെ കൂടെ 1 കൂട്ടിയപ്പോൾ 10 കിട്ടി. അപ്പോൾ ആദ്യം പറഞ്ഞ 3നും ഒരു പ്രത്യേകതയുണ്ട് ഇല്ലേ. എന്താണ് അതിൻ്റെ ഡിഫറൻസ്? അതായത് ഈ അടുത്തടുത്ത 2 സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം ഇവിടെ എല്ലാം ഈക്വലായിരിക്കും അല്ലേ. ഇവിടെയും 2 കൂട്ടിയപ്പോഴാണ്, ഇവിടെയും 2 കൂട്ടിയപ്പോഴാണ്, ഇവിടെയും 2 കൂട്ടിയപ്പോഴാണ്. അല്ലെങ്കിൽ രണ്ടാമത്തെ പദത്തിൽ നിന്ന് ഒന്നാമത്തെ പദം കുറച്ചപ്പോൾ എന്ത് കിട്ടി? 2 കിട്ടി. മൂന്നാമത്തെ പദത്തിൽ നിന്ന് രണ്ടാമത്തെ പദം കുറച്ചപ്പോൾ എന്ത് കിട്ടി? 2 കിട്ടി. അപ്പോഴും പൊതുവ്യത്യാസം 1 ഇവിടെ അതുപോലെ തന്നെ 1 ഇതിൻ്റെ വ്യത്യാസം. അടുത്തതിൻ്റെത് 2, 2, 2. അതേസമയം ഇവിടെ വ്യത്യാസം പലതാണ്. അപ്പോൾ ഇങ്ങനെ ഒരേ പൊതുവ്യത്യാസം അല്ലെങ്കിൽ കോമൺ ഡിഫറൻസ് എല്ലായിടവും ഒരുപോലെയാണെങ്കിൽ അത്തരം ശ്രേണിയെയാണ്, സീക്വൻസിനെയാണ് എന്ത് പറയുന്നത്? അരിത്തമാറ്റിക് സീക്വൻസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സമാന്തര ശ്രേണികൾ എന്ന് പറയുന്നത്. ഇവിടെ നോക്കിക്കേ, 2, 4, 6, 8 ഇത് നേരത്തെ നമ്മൾ പറഞ്ഞു സമാന്തര ശ്രേണിയാണ്. ഇതിൽ നിന്ന് നമുക്ക് കോമൺ ഡിഫറൻസ് അല്ലെങ്കിൽ എന്ത് കണ്ടുപിടിക്കണം? പൊതുവ്യത്യാസം കണ്ടുപിടിക്കാൻ പറയും. കോമൺ ഡിഫറൻസ് അല്ലെങ്കിൽ പൊതുവ്യത്യാസം എങ്ങനെ കണ്ടുപിടിക്കും? രണ്ടാമത്തെ പദത്തിൽ നിന്നും ഒന്നാമത്തെ പദം കുറയ്ക്കണം. അപ്പോഴെന്ത് കിട്ടും? ഡിഫറൻസ് കിട്ടും 2. അപ്പോൾ ഇത് ഒരു സമാന്തര ശ്രേണി അല്ലെങ്കിൽ അരിത്തമാറ്റിക് സീക്വൻസിൻ്റെ ഡിഫറൻസ് അല്ലെങ്കിൽ കോമൺ ഡിഫറൻസ് അല്ലെങ്കിൽ പൊതുവ്യത്യാസം എങ്ങനെ കണ്ടുപിടിക്കും? രണ്ടാമത്തെ പദത്തിൽ നിന്നും ഒന്നാമത്തെ പദം കുറയ്ക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഡിഫറൻസ് കിട്ടും. അത് കഴിഞ്ഞിട്ട് ഇതൊരു അരിത്തമാറ്റിക് സീക്വൻസ് ആണോ എന്ന് ടെസ്റ്റ് ചെയ്യാൻ പറയും. ഇതൊരു അരിത്തമാറ്റിക് സീക്വൻസ് ആണെന്ന് ടെസ്റ്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ഇതും കൂടെ രണ്ടാമത്തെ പദവും ഒന്നാമത്തെ പദവും കൂടെ കുറച്ച് ഡിഫറൻസ് എഴുതണം. അടുത്തത് എന്ത് ചെയ്യണം? മൂന്നാമത്തെ പദവും രണ്ടാമത്തെ പദവും കൂടെ കുറച്ച് ഡിഫറൻസ് എഴുതണം. നാലാമത്തെ പദവും മൂന്നാമത്തെ പദവും കൂടെ കുറച്ച് ഡിഫറൻസ് എഴുതണം. ആൻസർ സെയിം ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഇതൊരു അരിത്തമാറ്റിക് സീക്വൻസ് ആണ് അല്ലെങ്കിൽ സമാന്തര ശ്രേണിയാണെന്ന് പറയും. അപ്പോൾ ഇങ്ങനെ ഒരു സീക്വൻസ് തന്നിട്ട് 1, 3, 5, 7 ഇങ്ങനെ ഒരു സീക്വൻസ് തന്നിട്ട് എന്ത് ചെയ്യും? ഫസ്റ്റ് ലെറ്റർ പറയാൻ പറയും. ഫസ്റ്റ് ലെറ്റർ ഏതാ? ഫസ്റ്റ് സംഖ്യ ഏതാന്ന് പറയും? ആദ്യ പദം ചോദിക്കും. 1 ആദ്യ പദം അല്ലേ. ഡിഫറൻസ് ചോദിക്കും. പൊതുവ്യത്യാസം ചോദിക്കും. എങ്ങനെയാണ്? രണ്ടാമത്തെ പദത്തിൽ നിന്ന് ഒന്നാമത്തെ പദം കുറച്ചിട്ട് നമുക്ക് എന്ത് കിട്ടാം? ഡിഫറൻസ് കിട്ടും അല്ലേ. അപ്പോൾ ഈ പാഠത്തിൽ
എന്താണ് അരിത്തമാറ്റിക് സീക്വൻസ് ആണോ എന്ന് എങ്ങനെയാണ് നോക്കുന്നത്? ഒരു കോമൺ ഡിഫറൻസ് ഇട്ട് കൂട്ടി അല്ലെങ്കിൽ ഒരു നിശ്ചിത സംഖ്യ കൊണ്ട് കൂട്ടി ഒരു ശ്രേണി പോവുകയാണെങ്കിൽ അതൊരു അരിത്തമാറ്റിക് സീക്വൻസ് ആയിരിക്കും. അത് ഒരു ശ്രേണി തന്നിട്ട് അതിൽ നിന്ന് എന്ത് ചോദിക്കും? ഫസ്റ്റ് പദവും ചോദിക്കാം, ഡിഫറൻസും ചോദിക്കാം. ഫസ്റ്റ് പദം എന്ന് പറയുന്നത് എന്താണ്? ഒന്നാം പദം. ഇതിൻ്റെ ഒന്നാം പദം എന്താണെന്ന് നോക്കിക്കേ. എന്താ ഇതിൻ്റെ ഒന്നാം പദം? 2. ഇതിൻ്റെ ഫസ്റ്റ് പദം എത്ര? 2. ഇതിൻ്റെ ഫസ്റ്റ് പദം എത്രയാ? 1. ഇതിൻ്റെ ഫസ്റ്റ് പദം എത്രയാ? 1. ഇതിൻ്റെ ഫസ്റ്റ് പദം എത്രയാ? 1. ഇത് ശ്രേണിയല്ല കേട്ടോ. ഇതിൻ്റെ ഡിഫറൻസ് എത്രയാ? 4ൽ നിന്ന് 2 പോയാൽ 2. അപ്പോൾ ഡിഫറൻസ് എത്രയാ? 2. ഈ ശ്രേണിയുടെ എത്രയാ? 2ൽ നിന്ന് 1 പോയാൽ 1. അതാണ് അതിൻ്റെ ഡിഫറൻസ്. ഇത് 3ൽ നിന്ന് 1 പോയാൽ 2. അപ്പോൾ ഇവിടുത്തെ കോമൺ ഡിഫറൻസ് ഏതാണ്? 2. ഇത്രയുമാണ്. ഇതിൻ്റെ ബാക്കി ഭാഗം നമുക്ക് അടുത്ത പാട്ടിൽ പഠിക്കാം കേട്ടോ.